സമൂഹ മാധ്യമങ്ങളിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. സമൂഹ മാധ്യമങ്ങൾ അത് ഏതായാലും ഫേസ്ബുക്ക് ആകട്ടെ, ഇൻസ്റ്റാഗ്രാം ആകട്ടെ, എക്സ് ആകട്ടെ, സ്നാപ്ചാറ്റ് ആകട്ടെ, ഏതായാലും ഒന്നും ഒട്ടും സുരക്ഷിതമായ ഒരു ഇടമല്ല എന്ന് അറിയുക. നിങ്ങൾ നിങ്ങളുടെ മനോഹരമായ ഒരു ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നു. ഈ ചിത്രങ്ങൾ പിന്നീട് നിങ്ങൾ അറിയാതെ മോർഫ് ചെയ്ത് ലൈംഗിക ചുവയുള്ള ചിത്രങ്ങളാക്കി ടെലഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ സൈറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചാലോ? എന്നാൽ ഇങ്ങനെയുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഈറോഡിലെ ഒരു ബിടെക് IT ഗ്രാജുവേറ്റ് ആയ ചെറുപ്പക്കാരനെ കഴിഞ്ഞ വർഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അവൻ എന്താണ് ചെയ്തത് എന്നോ? പൊതുസ്ഥലങ്ങളിൽ വെച്ച് സ്ത്രീകളുടെയും മറ്റും ഫോട്ടോയും വീഡിയോയും എടുത്ത് ഒബ്സീൻ കോണ്ടന്റുകളാക്കി മോർഫ് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ വിറ്റു. NM ആര്യ എന്നു പേരുള്ള ഈ ചെറുപ്പക്കാരൻ സൂപ്പർ മാർക്കറ്റുകൾ, ഷോപ്പിംഗ് മോളുകൾ, കൊമേഴ്ഷ്യൽ സെന്ററുകൾ ഒക്കെ സന്ദർശിക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോയും വീഡിയോയും അവരറിയാതെ എടുത്ത് പോർണോഗ്രാഫിക് കോണ്ടന്റുകളാക്കി മോർഫ് ചെയ്ത് 1000 മുതൽ 5000 രൂപയ്ക്കാണ് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ വിറ്റത്. നമസ്കാരം, അജയ്സ് പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ ഇത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ FBയുടെ ഒരു പഴയ തലവനുണ്ട്, അയാളും ഇത് ചെയ്യാറുണ്ട്. ഇതിലെ ആദ്യത്തെ ആള് ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ കമ്പനിയുടെ ഉടമയാണ്. രണ്ടാമത്തെ ആളോ മറ്റുള്ളവരുടെ ബിസിനസ് എന്താണ് എന്ന് കണ്ടെത്തുന്ന ബിസിനസ് നടത്തുന്നതാണ്. രണ്ടുപേരും ടെക്സാവിയാണ്. അതുപോലെ രണ്ടുപേരും ഈ ഒരു ഹാബിറ്റ് വച്ച് പുലർത്തുന്നുമുണ്ട്. എന്താണ് ഈ ഹാബിറ്റ്? അത് മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ രണ്ടുപേരും അവരവരുടെ ലാപ്ടോപ്പുകളുടെ വെബ്കാം ഒരു ടേപ്പ് വെച്ച് മറച്ചു വെക്കുമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ചില ആൾക്കാർ അവരവരുടെ ലാപ്ടോപ്പിന്റെ വെബ്കാമുകൾ ടേപ്പ് കൊണ്ട് മറച്ചു വെക്കുന്നത്? നമ്മുടെ അറിവോ സമ്മതമോ കൂടാതെ നമ്മുടെ ലാപ്ടോപ്പിന്റെയും ടാബ്ലറ്റിന്റെയും വെബ്കാമുകൾ ഹാക്ക് ചെയ്യുവാൻ കഴിയും. ഇത് സത്യമാണ്. നമ്മുടെ ലാപ്ടോപ്പിന്റെയും ടാബ്ലറ്റിന്റെയും എല്ലാം ക്യാമറകൾ ആക്സസ് ചെയ്യുവാൻ സാധിക്കും. ചോദ്യം ഇതാണ്, എന്തിന്, എങ്ങനെ? വെബ്കാം എന്താണ് എന്ന് നമുക്കറിയാം. നിങ്ങളുടെ ലാപ്ടോപ്പിൽ, നിങ്ങളുടെ ടാബ്ലറ്റിൽ, എന്തിന് നിങ്ങളുടെ ഫോണിലുള്ള ക്യാമറയാണ് നിങ്ങളുടെ വെബ്കാം. ഈ ക്യാമറ നിങ്ങളുടെ പ്രൈവസിക്കും നിങ്ങളുടെ സെക്യൂരിറ്റിക്കും ഭീഷണി ആകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒരു സൈബർ ക്രിമിനലിന് നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദവും ചിത്രങ്ങളും ആക്സസ് ചെയ്യുക എന്നത് അത്ര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമല്ല. ഇത് സാധാരണ ചെയ്യുന്നത് റാറ്റ് കൊണ്ടാണ്. റാറ്റ് എന്നാൽ RAT എന്നാൽ റിമോട്ട് അഡ്മിനിസ്ട്രേഷൻ ടൂൾ എന്നാണ് അർത്ഥം. 70% അധികം ട്രോജനുകളുടെ എല്ലാം കാരണക്കാർ ഈ റാറ്റാണ്. റാറ്റുകളെ ഉണ്ടാക്കുവാനും ഡിപ്ലോയ് ചെയ്യുവാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ ക്യാമറയിലൂടെ മറ്റൊരാൾക്ക് നിങ്ങളെ കാണുവാൻ കഴിയുമോ? ഉത്തരം ലളിതമാണ്, യെസ്, കാണാൻ കഴിയും. നിങ്ങളുടെ ലാപ്ടോപ്പിലെ വെബ്കാം സാധാരണ ഉപയോഗിക്കുമ്പോൾ ഒരു LED ലൈറ്റ് ഓൺ ആകുകയും അത് വെബ്കാം ഉപയോഗിക്കുന്നതിൻ്റെ സൂചന ആയതുകൊണ്ട് അങ്ങനെ ഒരു ഹാക്കർ നിങ്ങളറിയാതെ നിങ്ങളുടെ ഡിവൈസ് ആക്സസ് ചെയ്യില്ല എന്ന് കരുതുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. ഇത് ശരിയല്ല. കാരണം ഹാക്കർമാർക്ക് ഈ LED ലൈറ്റ് ഡിസേബിൾ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇതുകൊണ്ടാണ് പല ആൾക്കാരും അവരുടെ വെബ്കാം മറച്ചു വെക്കുന്നത്. കാരണം മറുവശത്ത് ആരാണ് നിങ്ങളെ കാണുന്നത്, ആരാണ് നിങ്ങളെ വാച്ച് ചെയ്യുന്നത് എന്ന് ആർക്കറിയാം? ഇങ്ങനെ ഒരു സ്നൂപ്പിന് നിങ്ങളുടെ വെബ്കാമിലൂടെ കിട്ടുന്ന ഒരു ഫൂട്ടേജ് ഒരു പക്ഷേ കോടികൾ വിലമതിക്കുന്നതാകാം നിങ്ങൾക്ക്. ഒരു എക്സ്റ്റോർഷൻ, ഒരു ബ്ലാക്ക്മെയിൽ, ഇതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന ഒന്നിലേക്ക് നിങ്ങളെ നയിക്കുവാൻ മതിയായ ഒന്നാകാം അത്. ഇങ്ങനെയുള്ള എക്സ്റ്റോർഷനെ പൊതുവെ പറയുന്നത് സെക്സ്റ്റോർഷൻ എന്നാണ്. കാലിഫോർണിയയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു റാറ്റ് ഇൻട്രൂഷൻ വലിയ വാർത്തയായിരുന്നു. ജെറഡ് ജെയിംസ് എന്ന പേരായ ഒരു ടീനേജ് ഹാക്കർക്ക് അന്നത്തെ മിസ് ടീൻ USA കമ്പ്യൂട്ടറിലേക്ക് ഒരു ട്രോജനെ കടത്തി വിടുവാനായി. ഈ ട്രോജൻ മിസ് ടീൻ USA ചില ചിത്രങ്ങൾ, പ്രത്യേകിച്ചും വസ്ത്രം മാറുമ്പോഴുള്ളതെല്ലാം സ്നാപ്പ് ചെയ്തു. ഈ ചിത്രങ്ങൾ കാട്ടി ജെറഡ് ജെയിംസ് മിസ് ടീൻ USA ബ്ലാക്ക്മെയിൽ ചെയ്യുവാൻ ആരംഭിച്ചു. അവളുടെ ബ്യൂട്ടി പെജന്റുകളിലുള്ള ഭാവിയെല്ലാം ആ ചിത്രങ്ങൾ പബ്ലിക്കാക്കി നശിപ്പിച്ച് കളയുമെന്നായിരുന്നു അയാളുടെ ഭീഷണി. പക്ഷേ FBI പിന്നീട് ജെറഡ് ജെയിംസിനെ പിടിച്ചു. പക്ഷേ അത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമായിരുന്നു. 150-ലധികം സ്ത്രീകളുടെ വെബ്കാമുകൾ അയാൾ ഹാക്ക് ചെയ്തിരുന്നു. അയാളത് പിന്നീട്
കൺഫസ് ചെയ്തതാണ്. UK സ്കോട്ട് കൗളി അയാൾ ആൾക്കാരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവരുടെ ഇൻറ്റിമേറ്റ് സീനുകൾ പകർത്തുകയും അവയുടെ സ്ക്രീൻഷോട്ട് എടുക്കുകയും ചെയ്തു. ഇവിടെയും ഉപയോഗിച്ചത് റാറ്റ് തന്നെയാണ്. സ്കോട്ട് കൗളിക്ക് ജയിൽവാസമായിരുന്നു ലഭിച്ച ശിക്ഷ. വെബ് ക്യാമുകൾ അത് ഹാക്ക് ചെയ്യുന്നത് താരതമ്യേന എളുപ്പമാണ്. ഷോഡൻ എന്നു പേരായ ഒരു ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിനുണ്ട്. ഈ സെർച്ച് എഞ്ചിൻ നമ്മൾ കരുതുന്നത് പോലെ ഒരു സാധാരണ സെർച്ച് എഞ്ചിൻ അല്ല. ലോകത്തുള്ള ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസുകളെയും കണ്ടെത്തുന്നതിന് ഉള്ള ഒരു സെർച്ച് എഞ്ചിനാണത്. ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊരു ഉപകരണമാണെങ്കിലും, അതിപ്പോൾ ഒരു പവർ പ്ലാന്റ് ആണെങ്കിലും, ഒരു മൊബൈൽ ഫോൺ ആണെങ്കിലും, റെഫ്രിജറേറ്റർ ആണെങ്കിലും, മൈൻക്രാഫ്റ്റ് സെർവർ ആണെങ്കിലും, എന്തിന് നിങ്ങളുടെ വീട്ടിലെ CCTV വരെ എന്തും ഏതും ഷോഡൻ ഉപയോഗിച്ച് കണ്ടെത്താനാകും. അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏതൊരു ഡിവൈസും ആക്സസ് ചെയ്യുവാൻ ഷോഡൻ ഉപയോഗിച്ച് സാധിക്കും. പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ, ഇൻ്റർനെറ്റിൽ കണക്റ്റഡ് ആയിട്ടുള്ള ക്യാമറകൾ, വെബ് ക്യാമുകൾ ഉൾപ്പെടെ അതുമായി കണക്ട് ചെയ്യുന്ന ഉപകരണങ്ങളും ഉപയോഗിക്കുന്നത് വളരെ ദുർബലങ്ങളായ സെക്യൂരിറ്റി പ്രോട്ടോക്കോളുകൾ ആണ്. ഷോഡൻ വെബിലൂടെ പതിയെ ഇങ്ങനെ റിയൽ ടൈം സ്ട്രീമിംഗ് പ്രോട്ടോകോൾസ് നോക്കി നടക്കും. കാരണം ഈ റിയൽ ടൈം സ്ട്രീമിംഗ് പ്രോട്ടോകോൾസിന് ബേസിക് പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഉണ്ടാകാറില്ല. അത് തന്നെ കാരണം. മുലിന്തിലെ ഒരു 37 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഒരു ദിവസം ഒരു അപരിചിതൻ്റെ ഇമെയിൽ ലഭിക്കുന്നു. അയാളുടെ പോർണോഗ്രാഫിക് കോണ്ടന്റ് ഉൾപ്പെട്ട ബ്രൗസിംഗ് ഹിസ്റ്ററി മുഴുവൻ അയാളുടെ പക്കലുണ്ടെന്നും പണം തന്നില്ലെങ്കിൽ അത് മുഴുവൻ അയാളുടെ ഫാമിലിയിലേക്കും സുഹൃത്തുക്കൾക്കുമായി ഫോർവേഡ് ചെയ്യുമെന്നായിരുന്നു ആ അപരിചിതൻ്റെ ഭീഷണി. എങ്ങനെയാണ് ബ്ലാക്ക്മെയിൽ ചെയ്ത ആൾക്ക് ഈ വിവരങ്ങൾ ലഭിച്ചത്? വെബ്കാം ആക്സസ് ചെയ്തതിലൂടെ മാത്രമാണ് അയാൾക്ക് ഇതെല്ലാം ലഭിച്ചത്. 15,56,218 സൈബർ ക്രൈമുകളാണ് 2023 ഇന്ത്യയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഈ 2024 ഇതുവരെ 7.5 ലക്ഷം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ സെക്സ്റ്റോറിയൻസ്, വെബ്കാം ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നവർ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ കുറവാണ് എന്ന് അർത്ഥമില്ല. പലപ്പോഴും ഇരകളുടെ സ്വകാര്യ ജീവിതം കൂടി അപകടത്തിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് പലരും ഇത് പുറത്തു പറയുകയോ റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ ലാപ്ടോപ്പും വെബ്കാമും എല്ലാം നമ്മൾ സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതുമെല്ലാം നമുക്ക് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഇടങ്ങളിലായിരിക്കാം. ഒരുപക്ഷെ അതൊരു ബെഡ്റൂമാണ്. അതുകൊണ്ട് തന്നെ ഹാക്കേഴ്സിന് കോംപ്രമൈസിങ് ആയിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുന്നതിനോ ചുരുങ്ങിയ പക്ഷം അങ്ങനെ ഒന്ന് അവരുടെ കയ്യിൽ ഉണ്ടെന്നോ അവകാശപ്പെടുവാൻ കഴിയും. നിങ്ങളുടെ വെബ്കാം കവർ ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും നിങ്ങളുടെ ഫോണിൽ നിന്നും ഇൻഫർമേഷൻ, ഡേറ്റ ഇതൊക്കെ മോഷ്ടിക്കുവാൻ പലപ്പോഴും ഇത്തരക്കാർ ഉപയോഗിക്കുന്നത് വൈറസുകൾ അല്ലെങ്കിൽ മാൽവെയറുകളാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഡിവൈസിലേക്ക് നിങ്ങളുടെ വെബ്കാം എന്തൊക്കെ കാണുന്നോ അതെല്ലാം റെക്കോർഡ് ചെയ്യുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ എംബഡ് ചെയ്യുക എന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമായിരിക്കും. അൺട്രസ്റ്റഡ് കോണ്ടന്റ് ഡൗൺലോഡ് ചെയ്യുമ്പോഴോ അപകടകരമായ ലിങ്കുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴോ ആണ് മാൽവെയർ, അതുപോലെ ജെനുവിൻ സോഫ്റ്റ്വെയർ എന്ന് തോന്നിക്കുന്ന ട്രോജനുകൾ നമ്മുടെ ഡിവൈസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. എന്താണ് ഈ ട്രോജനുകൾ? ട്രോജനുകൾ ഒരുതരം മാൽവെയർ തന്നെയാണ്. അത് നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ കയറിക്കൂടി ഒളിച്ചിരുന്നു കൊണ്ട് നമ്മുടെ ഓൺലൈൻ ആക്ടിവിറ്റി എല്ലാം ട്രാക്ക് ചെയ്യുവാൻ കഴിയുന്നവയും ചിലപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ നിയന്ത്രണം തന്നെ ഏറ്റെടുത്തേക്കാൻ കഴിയുന്നവയും ആയിരിക്കും. അതുകൊണ്ട് ഏതൊരു ലിങ്കിലും ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് അതൊരു ലെജിറ്റിമേറ്റ് വെബ്സൈറ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം അങ്ങനെ ചെയ്യുക. URL-ൽ ലെറ്ററുകളോ നമ്പറുകളോ അല്ലെങ്കിൽ അവയുടെ കോമ്പിനേഷനുകളോ ഇല്ല എന്നുകൂടി ഉറപ്പ് വരുത്തുകയാണ് വേണ്ടത്. മറ്റൊന്ന്, വെബ്കാം സോഫ്റ്റ്വെയർ ഉൾപ്പെടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഡിവൈസിൽ ഉണ്ടെങ്കിൽ അത് മാൽവെയർ ഇൻഫെക്ഷന് കാരണമായേക്കാം. ഡിവൈസിനെ അത് കൂടുതൽ വൾണറബിൾ ആക്കിയേക്കാം. മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറ അത്ര പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ഉപയോഗിക്കാത്ത സമയം മിക്കവാറും ഫോൺ നമ്മുടെ പോക്കറ്റിലോ പേഴ്സിലോ വെക്കാറാണ് പതിവ്. എന്ന് വെച്ച് ഫോണിൻ്റെ ക്യാമറ ഹാക്ക് ചെയ്യില്ല എന്ന് അർത്ഥമില്ല കേട്ടോ. അപ്പോൾ വെബ്കാമുകൾ ടേപ്പ് വെച്ചൊട്ടിക്കുന്നത് മതിയാകും. കുറച്ചുകൂടി സെക്യൂർ ആകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാമറ ആക്സസ് ഡിസേബിൾ ചെയ്ത് വെച്ചാലും മതിയാകും. എന്നാൽ നിങ്ങൾ നിരന്തരമായി ക്യാമറ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി പാസ്വേഡുകൾ സ്ട്രോങ് ആക്കുക, ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ശക്തമാക്കുക. അതുമാത്രമാണ് പോംവഴി. ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇന്റർനെറ്റിൽ കണക്ട് ചെയ്തിട്ടുള്ള ഏതൊരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഡിവൈസും ഹാക്ക് ചെയ്യുവാൻ വളരെ എളുപ്പമാണ്. ഹാക്ക് ചെയ്യുക എന്നാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നുഴഞ്ഞു കയറി നിങ്ങളുടെ വില കൂടിയ ഡേറ്റ അവർ കവർന്നേക്കാം. അത് ഒരു പക്ഷേ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങളുമാകാം. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ആക്സസ് കിട്ടിയാൽ ഹാക്കേഴ്സ് എന്തൊക്കെ ചെയ്യും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ ക്യാമറയിലൂടെ നിങ്ങളെ തന്നെ കാണുന്ന കള്ളൻ, അതാണ് ആ ഹാക്കർ. അവർക്ക് നിങ്ങളുടെ ഒരു നോട്ടി ഫോട്ടോ തന്നെ വേണമെന്നില്ല. ഒരു സാധാരണ ഫോട്ടോ ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിച്ച് നിങ്ങളുടെ പേരിൽ അവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വരെ തുറക്കും. പിന്നത്തെ കാര്യം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. സമൂഹ മാധ്യമങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളെ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. സമൂഹ മാധ്യമങ്ങൾ അത് ഏതായാലും, ഫേസ്ബുക്ക് ആകട്ടെ, ഇൻസ്റ്റാഗ്രാം ആകട്ടെ, എക്സ് ആകട്ടെ, സ്നാപ്ചാറ്റ് ആകട്ടെ, ഏതായാലും ഒന്നും ഒട്ടും സുരക്ഷിതമായ ഒരു ഇടമല്ല എന്ന് അറിയുക. നിങ്ങൾ നിങ്ങളുടെ മനോഹരമായ ഒരു ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നു. ഈ ചിത്രങ്ങൾ പിന്നീട് നിങ്ങൾ അറിയാതെ മോർഫ് ചെയ്ത് ലൈംഗിക ചുവയുള്ള ചിത്രങ്ങളാക്കി ടെലഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ സൈറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചാലോ? എന്നാൽ ഇങ്ങനെയുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഈറോഡിലെ ഒരു ബിടെക് IT ഗ്രാജുവേറ്റ് ആയ ചെറുപ്പക്കാരനെ കഴിഞ്ഞ വർഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അവൻ എന്താണ് ചെയ്തത് എന്നോ? പൊതുസ്ഥലങ്ങളിൽ വെച്ച് സ്ത്രീകളുടെയും മറ്റും ഫോട്ടോയും വീഡിയോയും എടുത്ത് ഒബ്സീൻ കോണ്ടന്റുകളാക്കി മോർഫ് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ വിറ്റു. NM ആര്യ എന്നു പേരുള്ള ഈ ചെറുപ്പക്കാരൻ സൂപ്പർ മാർക്കറ്റുകൾ, ഷോപ്പിംഗ് മോളുകൾ, കൊമേഴ്ഷ്യൽ സെന്ററുകൾ ഒക്കെ സന്ദർശിക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോയും വീഡിയോയും അവരറിയാതെ എടുത്ത് പോർണോഗ്രാഫിക് കോണ്ടന്റുകളാക്കി മോർഫ് ചെയ്ത് 1000 മുതൽ 5000 രൂപയ്ക്കാണ് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ വിറ്റത്. പൊതു ഇടങ്ങളിൽ വരെയുള്ള നമ്മുടെ അമ്മ പെങ്ങന്മാരെയും മക്കളെയും ഇവന്മാർ വെറുതെ വിടാതിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ നിന്നും നിങ്ങളുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഇവന്മാർക്ക് എത്ര എളുപ്പമായിരിക്കും ലഭിക്കുക എന്നുകൂടി ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു വാർത്ത കൂടി പറയാം. ടെലഗ്രാം മെസ്സഞ്ചർ ആപ്പിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഡീപ് ഫേക്ക് ബോട്ട് കണ്ടെത്തിയിരുന്നു. ഈ ബോട്ടിന്റെ പ്രത്യേകത ഇത് ഫ്രീ ആണ് എന്നത് മാത്രമല്ല, ഉപയോഗിക്കുവാൻ വളരെ എളുപ്പമുള്ള ഒന്നുകൂടിയായിരുന്നു. ഈ ബോട്ട് ഉപയോഗിച്ച് ആയിരക്കണക്കിന് സ്ത്രീകളുടെ ഫോട്ടോകൾ, അവരുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ മാറ്റി തീർത്തും നഗ്നമായ ചിത്രങ്ങളാക്കി പബ്ലിക്കായി ആർക്കും കാണാവുന്ന വിധത്തിൽ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിരുന്നു. 1,00,000-ലധികം സ്ത്രീകളുടെ ഫോട്ടോകളാണ് ഇവർ അവരുടെ സമ്മതമില്ലാതെ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇതിൽ തന്നെ കണ്ടെത്തിയ കണക്കുകളാണ് 1,00,000-ലധികം എന്നത്. ട്രേസ് ചെയ്യാൻ പറ്റാത്തത് കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ അത് പല മടങ്ങ് വരും എന്നാണ് പറയപ്പെടുന്നത്. ഈ ബോട്ട് പ്രൊമോട്ട് ചെയ്യുന്ന വെബ്സൈറ്റ് പറഞ്ഞത് 7,00,000-ലധികം സ്ത്രീകളുടെ ചിത്രങ്ങളാണ് ഇങ്ങനെ നേക്കഡാക്കി പോസ്റ്റ് ചെയ്തത് എന്നായിരുന്നു. ഓർക്കണം, ഈ 7,00,000 ചിത്രങ്ങളും ആ സ്ത്രീകളും മറ്റും സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്തവ ആയിരുന്നു. സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒന്നും സുരക്ഷിതമല്ല എന്നാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ അറിയേണ്ട, മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻ്റർനെറ്റിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഏതൊരു വിവരവും, ഇൻഫർമേഷനും, ഏതൊരു പേഴ്സണൽ വിവരങ്ങളും എല്ലാ കാലത്തും എല്ലായ്പ്പോഴും അത് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാകും. അതിനെ എന്നേക്കുമായി പൂർണ്ണമായും മായ്ച്ചു കളയുക എന്നത് അതീവ ദുഷ്കരമായ ഒരു കാര്യമാണ്. ഓർമ്മിക്കുക, ഒരു ഹാക്കർക്ക് നിങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കുവാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരാകുക, കരുതിയിരിക്കുക. ഈ വിഷയം ഇവിടെ പൂർണ്ണമാകുന്നില്ല. ഇൻ്റർനെറ്റിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായ വീഡിയോകൾ വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.